ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഗ്രീൻ എർത്ത് ഹരിതഭൂമി അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച്, ഹെർബ്സ്, ഷബ്സ്, ട്രീസ്, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, പിന്നെ വൈൻ പ്ലാന്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിച്ചായിരുന്നു. ഡിഫറെൻറ്റ് വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെ സീഡിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, റൂട്ടിൽ നിന്നും മുളയ്ക്കുന്ന പ്ലാന്റ്സിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. ആദ്യം എന്താണ് പ്ലാന്റ്സ്, പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും അതിനെക്കുറിച്ചൊരു എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെന്റ് പാർട്സ്? സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? ആർ ആൾ പാർട്സ് ആർ ഇമ്പോർട്ടൻറ്റ് അല്ലേ? എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്. Place 3 test tubes in a stand. Fill the first test tube with water. Fill the second test tube with the red color water in the same amount. Keep the third test tube without water. Keep 3 clear weed plants of the same size and damaged roots. മഷിത്തണ്ട് ചെടി, അതായത് 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡ് വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുമപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ തന്നെ വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വയ്ക്കുന്ന അതേ അളവിൽ തന്നെ വയ്ക്കുക. അതായത് ഇവിടുത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതിൽ ചുമന്ന മഷി അതേ അളവിൽ തന്നെ എടുക്കുക. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തി വെക്കാനാണ്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് വെള്ളം ഇല്ലാതെയും വയ്ക്കുക. നോക്കാം. Sunlight for 10 minutes and then keep them in separate test tube. Keep the test tubes in place where they can get sunlight. വേര് പൊട്ടാത്തതായിരിക്കണം നമ്മൾ എടുക്കുന്ന ചെടി എന്ന് പറയുന്നത്. ഓരോ വലിപ്പത്തിൽ ഉള്ളതുമായ 3 മഷിത്തുണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ദ വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് എന്തോന്നാണ് പറയുക? ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനാണ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? എന്ത് മാറ്റമാണ് നിങ്ങൾ കാണുന്നത്? വാട്ട് ഹാപ്പൻഡ് ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിക്കുന്നു? എന്താണ് റീസൺ എന്നുള്ളത്. വാട്ട് ഡിഡ് ദ കളർ ഓഫ് ദ പ്ലാന്റ് സ്റ്റെം ഈസ് ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയത് എങ്ങനെ? ഇതിൽ വേരിന്റെ പങ്കെന്ത്? ഇതൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പരീക്ഷണം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികളെ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്ക് ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്താണ് നിരീക്ഷണങ്ങൾ? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദ വാട്ടർ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഈസ് റെഡ്യൂസ്ഡ്. ദ റെഡ് കളർ വെന്റ് അപ്പ് ദ സ്റ്റെം ഓഫ് ദ പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. ദ പ്ലാന്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തേഡ്. എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെസ്റ്റ് ട്യൂബിലെ ജലം കുറയുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിലേക്ക് ചുവപ്പ് നിറം കയറുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോകുന്നു. അപ്പൊ 3 ടെസ്റ്റ് ട്യൂബിലെ ചെടികൾക്കുണ്ടായ മാറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തോന്നാണ്? ഒന്നാമത്തെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ജലം കുറഞ്ഞു വരുന്നുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിലേക്ക് എന്തോ നിറം വരുന്നു? ചുവപ്പ് മഷി നിറച്ച ടെസ്റ്റ് ട്യൂബല്ലായിരുന്നു എടുത്തത്. അത് ചുവപ്പ് നിറം മുകളിലോട്ട്, അത് വേര് വലിച്ചെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നതാണ്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോകുന്നു. അതിന് വെള്ളമൊന്നും കിട്ടാതെ വാടിപ്പോകുന്നു. ഇതിൽ നിന്ന് എന്തായിരിക്കും നിങ്ങളെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും നിഗമനം? പ്ലാന്റ്സ് നീഡ് വാട്ടർ ഫോർ സർവൈവൽ. എന്താണ്? പ്ലാന്റ്സിന് എന്തോന്ന് വേണം? വാട്ടർ വേണം. ചെടികൾക്ക് നിലനിൽപ്പിന് ജലം ആവശ്യമാണ്. എന്താണ്?
ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഡ്രോ വാട്ടർ ഫ്രം ദ സോയിൽ. സസ്യങ്ങളുടെ വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, ദ ഡ്രോൺ വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ സ്റ്റെം. വലിച്ചെടുത്ത ജലം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? തണ്ടാണ്. ഓക്കെ. നാലാമത്തെ എന്താണ്? ദ വാട്ടർ ഡ്രോൺ ബൈ ദ റൂട്ട് റീച്ചസ് ദ ലീവ്സ് ത്രൂ ദ സ്റ്റെം. വേര് വലിച്ചെടുത്ത ജലം തണ്ടിലൂടെ ഇലകളിലേക്ക് എത്തിക്കുന്നു. അഞ്ചാമത്തെ എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്ലാന്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വെറ്റഡ് ബിക്കോസ് പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു സർവൈവ്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമായതുകൊണ്ടാണ് മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിയത്. അപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസർ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? വെള്ളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റങ്ങളാണ് കാണാൻ കഴിഞ്ഞത്? ഏതാണ് ആൻസർ? ഇതാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ജലം കുറഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിലേക്ക് ചുവപ്പ് നിറം കയറി. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോയി. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഹാപ്പൻഡ് ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വാട്ട് ഈസ് ദ റീസൺ? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കാം? മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോയി. അതെന്തുകൊണ്ടാണ്? വെള്ളം ഇല്ലാത്തതുകൊണ്ട്. ദ പ്ലാന്റ് വിതേഡ്. Third question, how did the color of the plant stem in the second test tube change? What is the role of the root in this change? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയത് എങ്ങനെ? ഇതിൽ വേരിന്റെ പങ്കെന്ത്? The roots of plants draw water from the soil. The draw water is transported to different parts of the plant by the stem. സസ്യങ്ങളുടെ വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത ജലം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് തണ്ടാണ്. വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ആ റെഡ് കളറ് തണ്ടിൽ ഫുള്ളായിട്ട് വന്നത്. ഓക്കെ. വലിച്ചെടുത്ത ജലം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതിന്റെ സ്റ്റെമ്മാണ്. ഓക്കെ. ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്ത് നോക്കാം. Plants prepare the food that they need in their leaves. This is used for their growth. The remaining food is stored in different parts of the plant. Other organisms use it as their food. അപ്പോൾ ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. അത് നമുക്കറിയാലോ. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിച്ച് ഇലകളിലാണ് ആഹാരം നിർമ്മിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതൊക്കെയാണ് നമ്മൾ അടിച്ചു മാറ്റി കഴിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമാക്കി ഉപയോഗിക്കുന്നത്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ്. സ്റ്റെം, ലീഫ്, റൂട്ട് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെമ്മിന്റെ ഒന്ന് തന്നിട്ടുണ്ട്. ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. എന്താണ്? തണ്ട് എന്തോന്നാണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? തണ്ടാണ്. അടുത്തെന്തോന്നാണ്? ലീഫ്. ലീഫിന്റെ എന്തോന്ന്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. ലീഫിന്റെ അവിടെ നമുക്ക് എന്തോന്ന് പറയാം? പറയാം. പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. ഇതെന്താണ്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ. അടുത്ത റൂട്ട് ആണെങ്കിൽ എന്താ പറയാം? ഫിക്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. പ്ലാന്റിനെ സോയിലിലോട്ട് ഫിക്സ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? റൂട്ടാണ്. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അത് പറയാം. ഓക്കെ. സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. അതാരാണ്? അതും വേരാണ്. അപ്പൊ വേരിന് രണ്ട് കാര്യങ്ങൾ പറയാം. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ആരാണ്? വേരാണ്. റൂട്ട് എന്താണ്? അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. ഓക്കെ.
അപ്പൊ സ്റ്റെം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്, ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. ലീഫ് വരുമ്പോഴത്തേക്ക് പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. റൂട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഫിക്സസ് ദ പ്ലാന്റ് ഇൻ സോയിൽ, അബ്സോർവ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. എന്താണ് വെറൈറ്റീസ് ഓഫ് ലീവ്സ്, ഇലകളുടെ വൈവിധ്യം. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മളെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് തനിയെ എഴുതാന്നുള്ളതേ ഉള്ളൂ. എന്താണ്, ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, തുമ്പ. നെയിം ഓഫ് ദ പ്ലാന്റ് തുമ്പ. ഷേപ്പ് ഓഫ് ദ ലീഫ് ആൻഡ് ലീഫിന്റെ ഷേപ്പ് ലോങ് ആൻഡ് ടാപ്പറിങ്. സ്മെൽ, ആ ലീവ്സിന് സ്മെല്ലുണ്ടോ തുമ്പയുടെ? യെസ്, അതിനൊരു സ്മെല്ലുണ്ട്. കളർ ഓഫ് ദ ലീവ്സ് ഗ്രീൻ കളർ. അടുത്ത രണ്ടാമത്തത് ഒന്ന് മാത്രമേ എടുത്ത് തന്നിട്ടുള്ളൂ, ബാക്കി നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് മാംഗോ, മാവ്. ലോങ് ആൻഡ് ടാപ്പറിങ്, നീണ്ടു കൂർത്ത ഇലയാണ്. മാവിന്റെ ഇല കണ്ടിട്ടില്ലേ? പിന്നെ അതിനൊരു മണമുണ്ട് അല്ലേ? അത് എന്തോ കളറാണ്? ഗ്രീൻ കളറാണ്, പച്ച കളറാണ്. അടുത്ത് മണി പ്ലാന്റ്. എന്തോന്നാണ് അതിന്റെ ഇല? വട്ടത്തിൽ പരന്നതാണ്, കോർഡേറ്റ്. മണം ഇല്ല, നോ മണം. വൈറ്റ് ആൻഡ് ഗ്രീൻ, വെള്ളയും പച്ചയും കലർന്ന നിറമാണ്. അടുത്ത ആലോവേര, കറ്റാർ വാഴ. ട്രയാങ്കുലർ വിത്ത് സെറേറ്റഡ് എഡ്ജസ്, അരികുകളുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു ഇലയാണ്. കണ്ടിട്ടില്ല ആലോവേര? അതിന് മണമില്ല, നോ. കളർ വന്നിട്ട് ഗ്രീൻ. അത് കഴിഞ്ഞ് ഓർക്കിഡ്. ഓർക്കിഡിന് നീണ്ടു കൂർത്ത ഇലയാണുള്ളത്, എൻസിഫോം എന്ന് പറയും. അതിന് മണമില്ല, അതിന്റെ കളറും ഗ്രീൻ കളറാണ്. ഓക്കെ, ഇവിടെ 5 തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എഴുതാം, ഇഷ്ടമുള്ളത് ചാർട്ട് തയ്യാറാക്കി എഴുതാം. ഓക്കെ, അടുത്ത് വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയെന്ന്? ദർ ഈസ് എ വെറൈറ്റി ഇൻ കളേഴ്സ്, കളറിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്തൊക്കെ? നിറത്തിലുള്ള വൈവിധ്യം തന്നിട്ടുണ്ട്, ബാക്കി അതൊക്കെ. ആകൃതിയിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഷേപ്പ് എന്ന് പറയുന്ന ആകൃതിയിൽ വ്യത്യാസമുണ്ട്. മണം, സ്മെല്ലിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്. ഏതൊക്കെ? ആകൃതി, മണം, നിറം. ആകൃതിയിലും മണത്തിലും നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഷേപ്പ്, സ്മെല്ല്, കളർ, ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അടുത്ത ലീഫ് ഫിഗേഴ്സ്, ഇലരൂപങ്ങൾ. ഇലകളൊട്ടിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതാ ഇവിടെ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇലരൂപങ്ങളാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക. വിവിധ രൂപങ്ങൾ നമുക്ക് ഇലകൾ വച്ച് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത് നോക്കൂ, വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനെ കുറിച്ചാണ്, പൂക്കളിലെ വൈവിധ്യം. ഇവിടെ ഒരു തുമ്പയുടെ ഒരു പൂ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലീസ് ഡോണ്ട് പ്ലക്ക് മീ, പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. എൻ്റെ പൂക്കൾ പറിക്കരുത്, തുമ്പ പറഞ്ഞിരിക്കുകയാണ്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഹു ആർ ബെനിഫിറ്റഡ്? എന്തൊക്കെയാണ്? പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാകാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എഴുതാനാണ്. തേനീച്ചയ്ക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം ആർക്കുണ്ട്? തേനീച്ചയ്ക്കുണ്ട്. അത് തേനീച്ചയ്ക്ക് അതിൽ നിന്ന് തേൻ ലഭിക്കുന്നു. അപ്പൊ വേറെ തുമ്പപ്പൂ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അധികം കാണാനേ കിട്ടാത്ത ഒരു ചെടിയാണ് തുമ്പ എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഓണക്കാലം ആകുമ്പോഴത്തേക്ക് നിറയെ തുമ്പകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അത് അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. അപ്പൊ ഈ പൂക്കൾ കൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനങ്ങൾ? തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. ദ ബീസ് ഗെറ്റ്സ് ഹണി. സം ഫ്ലവേഴ്സ് ടേൺ ഇൻ ടു സീഡ്സ്. പൂക്കളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. ന്യൂ പ്ലാന്റ്സ് അറൈസസ് ഫ്രം ദ ഫ്ലവേഴ്സ്. പൂക്കൾ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്ലവേഴ്സ് ആർ ഡെക്കറേറ്റ്, ഉപയോഗിക്കുന്നു. പിന്നെന്തോന്നാണ്? സ്പ്രെഡ് ഫ്രാഗ്രൻസ്. പൂക്കൾ
സുഗന്ധം പരത്തുന്നു. മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഫ്യൂംസ്, വിവിധ തരം പെർഫ്യൂമുകൾ നിർമ്മിക്കുന്നു. സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഡിസിൻസ്, മരുന്നിനായി ചില പൂക്കൾ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ഫുഡ്, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പൂക്കൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ആർക്കൊക്കെയാണെന്ന്: ദ ബീസ് ഗെറ്റ് ഹണി, തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. സം ഫ്ലവേഴ്സ് ടേൺ ഇൻ ടു സീഡ്, ചില പൂക്കൾ വിത്തായി മാറുന്നു. ന്യൂ പ്ലാന്റ്സ് അറൈസസ് ഫ്രം ഫ്ലവേഴ്സ്, പൂക്കളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. ഫ്ലവേഴ്സ് ആർ ഡെക്കറേറ്റീവ്, പൂക്കൾ അലങ്കാരമാണ്, അലങ്കാരത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. സ്പ്രെഡ് ഫ്രാഗ്രൻസസ്, ഗന്ധം പരത്തുന്നു. മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഫ്യൂംസ്, പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വിവിധ തരം പെർഫ്യൂമുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഡിസിൻ, മരുന്നിനായി ചില പൂക്കൾ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, കുറെ പൂക്കൾ തന്നിട്ടുണ്ട്. അത് എന്റെയൊക്കെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റോസ, കണിക്കൊന്ന, ജാസ്മിൻ, പത്തുമണി പൂവ്, പിന്നെ ഡാലിയ, മാരിഗോൾഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റെല്ലാം തരത്തിൽ കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എഴുതാനാണ്. നിങ്ങൾ പൂക്കളെ നിരീക്ഷിച്ച് അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു, പൂക്കാത്ത സസ്യങ്ങൾ. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ചെടികൾ, കുറെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചെടികൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലേ? ചിത്രത്തിലുള്ള സസ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണ്, ഇവ പൂക്കാത്തവയാണ് അല്ലേ? അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്തോന്ന് മനസ്സിലാവും? എല്ലാ ചെടികളും പൂക്കുന്നവയല്ല, പൂക്കാത്ത ചെടികളും ഉണ്ട്. ദ മേജർ പാർട്ട് ഓഫ് പ്ലാന്റ്സ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. Develop at the stages of plants growth. Flowers then become fruits. All plants do not bloom. All flowers do not become fruits also. അപ്പൊ സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നും ഇല്ല. ഇവിടെ തന്നിരിക്കുന്ന കുറെ പൂക്കാത്ത ചെടികളുടെ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫേൺസ്, ലെവർ വോട്ട്സ്, മോസസ്, ഹോൺ വോട്ട്സ്, വെസ്റ്റ് ഫേൺസ്, ക്ലബ് മോസസ്, ഹോൾസ്റ്റൈൽസ്, കോൺഫേഴ്സ്, സീക്കാർഡ്സ് ആൻഡ് ജിങ്കോ. പന്നലുകൾ, ലിവർ വേർഡ്സ്, പായലുകൾ, ഹോട്ട് വേർഡ്സ്, വിസ്ക് ഫെർണുകൾ, ക്ലബ് മോസസ്, ഹോസ്റ്റേഴ്സ്, കോർണിഫറുകൾ, സൈക്കാഡുകൾ, ജിങ്കോ എന്നിവ പൂക്കാത്ത സസ്യങ്ങളുടെ പേരുകളാണ്, നെയിമാണ് പൂക്കാത്ത സസ്യങ്ങൾ. ഓക്കെ, അടുത്തതായി തന്നിട്ടുണ്ട്. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യന്റ് വാട്ടർ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകത? ഇതെന്തോന്നാണ്? കള്ളിമുൾച്ചെടി അല്ലേ? പ്രധാനമായും മരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യമാണ് കള്ളിച്ചെടി എന്നറിയപ്പെടുന്ന കള്ളിമുൾച്ചെടി. ലഭ്യമാകുന്ന ജലം കാണ്ഡത്തിൽ ശേഖരിച്ച് ഏറെ കാലം ജലം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന സവിശേഷ സ്വഭാവം ഇവയ്ക്ക് ഉണ്ട്. Cactus are plants found mainly in desert. They have the unique characteristics of being able to survive without water for long periods of time by collecting available water in their stems. അപ്പോൾ വെള്ളം കിട്ടുമ്പോഴത്തേക്ക് അത് ഫുള്ള് ശേഖരിച്ച് അതിൻ്റെ സ്റ്റെമ്മിൽ ശേഖരിച്ച് വെച്ചിട്ട് വളരെ കാലം വെള്ളം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് കാക്ടസ്. ഓക്കെ, കള്ളിമുൾച്ചെടി. അടുത്ത് നോക്കൂ, നീലക്കുറിഞ്ഞി. There is a rare plant that bloom once in 12 years. നമ്മൾ നീണ്ടോ നിങ്ങൾ? നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന സസ്യമാണ്. Once the flower bloom, it will stay without withering for up to 3 months. They are blue in color. Nilgiri Hills gets its name ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. അപ്പൊ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവേണ സസ്യമാണ് ഇത്.
പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. 3 മാസം വരെ അത് വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം തന്നെ നീലക്കുറിഞ്ഞിയുള്ളതുകൊണ്ട്. ഈ പൂവൊക്കെ നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതുവരെ പ്ലാന്റ്സ്, ഫ്ലവേഴ്സിനെയൊക്കെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇനി നമുക്ക് നോക്കാം സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. നമ്മൾ ഒരുപാട് പ്ലാന്റ്സിനെ കുറിച്ചും എല്ലാം പഠിച്ചായിരുന്നു. ഇനി ഇത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ്? പ്ലാന്റ് പാർട്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. സസ്യഭാഗങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ഒന്നാമത്തത്, പ്ലാന്റ്സ് ആർ ഹോം ടു വെറൈറ്റി ഓഫ് ഓർഗാനിസം. വ്യത്യസ്തമായ ജീവികളുടെ വാസസ്ഥലമാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അടുത്ത, ഷെയ്ഡ് ഈസ് പ്രൊവൈഡഡ് ബൈ പ്ലാന്റ്സ്. തണൽ നൽകുന്നു. പ്ലാന്റ്സ് നമുക്ക് തണൽ നൽകുന്നു. അടുത്ത, പ്ലാന്റ്സ് മേക്ക് ദ എർത്ത് ഗ്രീൻ. ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നത് ആരാണ്? പ്ലാന്റ്സ്, സസ്യങ്ങളാണ്. ഹെൽപ്സ് ടു ഗെറ്റ് പ്യുവർ എയർ. ശുദ്ധവായു ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്നു. മെനി പ്ലാന്റ് പാർട്ട് ആർ യൂസ്ഡ് മെഡിസിനലി. പല സസ്യഭാഗങ്ങളും മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? ഹെൽപ്സ് പ്രിവെന്റ് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. ഇത്രയാണ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ്. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇത് പഠിക്കാനുള്ള കാര്യമാണ്. ഇവിടെ ഒരു കുട്ടി ഇവിടെ ഇരിക്കുകയാണ്. അതായത് എന്തോന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്ടിങ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ആ കുട്ടി ചോദിക്കുന്നതാണ്. അല്ലേ? കടമയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സസ്യങ്ങളെ വച്ചുപിടിപ്പിക്കുകയും ആ സസ്യങ്ങളെ ചെടികളിക്കുകയും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. ഇതിൻ്റെ നോട്ടും ലെറ്റേഴ്സും അടുത്തൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.